ശ്രീ യൂജിൻ, അഡ്വക്കേറ്റ് ഉല്ലാസബാബു ചൂണ്ടിക്കാണിച്ചതുപോലെ അധികാരത്തെ ചൊല്ലി മാത്രമാണ് തർക്കം. ആശയപരമായിട്ടുള്ള അഭിപ്രായ ഭിന്നതയൊന്നും ഇല്ല നിങ്ങൾ തമ്മിൽ. ഇപ്പോൾ നോക്കൂ, ഇടതു മുന്നണിയിൽ ചിലർക്ക് മാത്രം പ്രത്യേക പരിഗണന കൊടുക്കുന്നു. കേരള കോൺഗ്രസ് എമ്മിന് CPM വഴങ്ങിക്കൊടുത്തു. രാജ്യസഭാ സീറ്റ് നൽകിയത് മുന്നണിയുടെ കെട്ടുറപ്പിന് വേണ്ടിയാണ് എന്നാണ് CPM പറയുന്നത്. കേരള കോൺഗ്രസ് എമ്മിനോട് മാത്രം വിട്ടുവീഴ്ച കാണിച്ചാൽ മുന്നണിയിൽ കെട്ടുറപ്പ് ഉണ്ടാവില്ല എന്നെല്ലാവർക്കും അറിയാം. മാത്രമല്ല, ഈ ജനതാദൾ സാങ്കേതികമായി NDAക്കൊപ്പമാണ്, കേരളത്തിൽ ഇടതുമുന്നണിയിലെ മറ്റൊരു ഘടകകക്ഷി. എന്നിട്ടും കേരളത്തിൽ അവർക്ക് എല്ലാ പരിഗണനയും ലഭിക്കുന്നു. ഇപ്പോൾ RJD പ്രവർത്തകർ ചോദിക്കും പോലെ എന്തിനാണ് ഈ അവഗണന സഹിച്ച് മുന്നണിയിൽ തുടരുന്നത്? നിങ്ങൾ ഈ ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാനുള്ള, കനത്ത തിരിച്ചടി നേരിടാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിരത്തി നേതൃത്വം മാറണമെങ്കിൽ മാറണം, അല്ലെങ്കിൽ ഈ മുന്നണി സംവിധാനത്തിൽ അവരുടെ നയസമീപനങ്ങളിൽ മാറ്റം വരുത്തണം എന്നൊന്നും ശക്തമായി ആവശ്യപ്പെടാത്തത് എന്തുകൊണ്ടാണ്? ഇപ്പോഴും നേരത്തെ ഉല്ലാസബാബു ചൂണ്ടിക്കാണിച്ചെടുത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ചില അധികാര സ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് അതിനുള്ള വടംവലി നടക്കുന്നു, നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ള പരാതി മാത്രമായി ഒതുങ്ങുകയാണ്. അപ്പോൾ സ്വാഭാവികമായും RJDയുടെ ഒരു നയം അല്ലെങ്കിൽ നിലനിൽപ്പ് അതുകൂടി ചോദ്യം ചെയ്യപ്പെടുകയല്ലേ? കേരളത്തിന്റെ ഡെവലപ്മെന്റിനോടുള്ള ഇവരുടെ സമീപനം ഒന്ന് ചോദിക്കണേ. ചോദിച്ചത് ഉല്ലാസ് ബാബു. അല്ല, നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞതാണ്. ആയിക്കോട്ടെ. അപ്പോ ഉല്ലാസ് ബാബു കേൾക്കാനും കൂടിയാണ്. ഇതില് ഒരു തെരഞ്ഞെടുപ്പ് അവലോകനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഉല്ലാസ് ബാബു പറഞ്ഞത്. കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് അവലോകനമല്ല നമ്മുടെ ചർച്ച. പിന്നെ ഇതില് അധികാരത്തിന്റെ ഇപ്പോ ഇത്രയും കേരളത്തില് 20 ലോക്സഭാ സീറ്റിൽ ഒരു സീറ്റ് BJPക്ക് കിട്ടി. അത് ഒരു സിനിമാ താരത്തെ വെച്ച് അവിടുത്തെ സാഹചര്യങ്ങളും മറ്റു പലരും, ഞാനിപ്പോ തൃശ്ശൂർ ജില്ലക്കാരനാണ്, ഒക്കെ നമുക്കറിയാം. അപ്പൊ അത് വെച്ച് ഇത്ര വലിയ ഒരു അഹങ്കരിക്കാനുണ്ടോ എന്ന് ഒരു പുനരാലോചന നല്ലതാണ്. പിന്നെ ഇതിനു മുൻപും തീർച്ചയായും കക്ഷി ഇതിനു മുൻപും വിജയിച്ചിട്ടുണ്ട്. മൂവാറ്റുപുഴയില് PC തോമസ് NDAയുടെ കക്ഷിയായിട്ടാണ് വിജയിച്ചതെന്ന് ഓർക്കണം, വളരെ മുമ്പ്. അപ്പൊ ഇത് ഒരു ചരിത്ര സംഭവമൊന്നുമല്ല. BJPയുടെ സ്ഥാനാർത്ഥി വിജയിച്ചത് ഒരു സിനിമാ താരത്തിൽ കൂടി ആണെന്നിരിക്കെ ആ നിരക്ക് ഇതിന് ഒട്ടും വില കുറച്ച് കാണിക്കുന്നില്ല കേട്ടോ. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെ. പക്ഷെ അതിന് ഇത്ര വലിയ മറ്റു ചില ആൾക്കാരെ കുറിച്ചൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അത് വലിയൊരു സംഭവമാക്കി ഉയർത്തിക്കൊണ്ടുവരുന്ന. അല്ല, തെരഞ്ഞെടുപ്പിന് മുമ്പ് അങ്ങനെയായിരുന്നില്ല പറഞ്ഞിരുന്നത് ശ്രീ യൂജിൻ. അത് തീർന്നോട്ടെ സുഹൃത്ത്, ഒന്ന് പറയാൻ വേണ്ടി ഒരു അവസരം തരട്ടെ. ഇന്ത്യ രാജ്യത്ത് ഇത്രയും വലിയൊരു പരാജയം BJPക്ക് സംഭവിച്ചു. ഒരാൾ പോലും പ്രതീക്ഷിക്കാതെ ഒരു രീതിയിലുള്ള സർവേകളും അനുകൂലമല്ലാതിരിക്കുന്ന സമയത്ത് വലിയൊരു വിജയവുമാണ് ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായത്. അവിടെ ഉത്തർപ്രദേശില്, അതുപോലെ തന്നെ ബീഹാറില്, തമിഴ്നാട്, ഇവിടെയൊക്കെ ഇന്ത്യ മുന്നണി നേടിയ വിജയം ചെറുതായിട്ട് നിങ്ങൾ കാണരുത്. മറിച്ച് മോദിയുടെ തന്നെ പല രീതിയിലുള്ള നിലപാടുകളിൽ ഇപ്പൊ തന്നെ മാറ്റം വന്നല്ലോ. ഇനിയിപ്പോ നിതീഷ് കുമാറിനെ കുറച്ചു നാൾ മുമ്പ് നിങ്ങളിൽ നിന്ന് ചാടിപ്പോയ നിതീഷ് കുമാറിനെ തേടി പിടിച്ച് അദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടിയല്ലേ നിങ്ങൾക്ക് ഭരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോ ചന്ദ്രബാബു നായിഡു, അദ്ദേഹത്തിന്റെയും സഹായം നിങ്ങൾക്ക് വേണ്ടേ? അപ്പൊ ഒരു ഏകകക്ഷി ഭരണം എന്നുള്ള നിലയ്ക്ക് മാറി, ഒരു ഏകാധിപത്യ ഭരണം എന്നുള്ള നിലയ്ക്ക് മാറി മറ്റൊരു രീതിയിലേക്ക് ജനം ചിന്തിക്കുകയും അങ്ങനെ ഒരു ജനാധിപത്യ വ്യവസ്ഥ ഇന്ത്യയിൽ ഇപ്പോ നല്ല രീതിയിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തില് കുറച്ചെങ്കിലും ആ നിലയ്ക്ക് ഒരു വിജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യ മുന്നണിയുടെ വിജയമാണ്, സോഷ്യലിസ്റ്റുകളുടെ വിജയമാണ്. ഇത് ഒന്ന് അടിവരയിട്ട് പറയാൻ വേണ്ടി ആഗ്രഹിക്കും. മറ്റൊരു കാര്യം നേരത്തെ പറഞ്ഞത്, നിങ്ങൾക്ക് അഭിമാനിക്കാം. ഈ ഇപ്പൊ പുതിയ PC ടെസ്റ്റിന് പുതിയ ക്വസ്റ്റ്യൻ തയ്യാറാക്കി വരണമെന്നാണ് ഞാൻ അറിഞ്ഞത്. ചോദ്യം ഇതാണ്, NDAയിലും ഉണ്ട്, LDFലും ഉണ്ട്, രണ്ടിലുമുള്ള പാർട്ടി, മന്ത്രി ഉള്ള പാർട്ടി ഏതാണെന്നാണ് ചോദ്യം വരാൻ പോകുന്നത്. അപ്പൊ സുരേഷ് ബാബു ഇപ്പോ ആ കാര്യത്തിൽ, അല്ല ഉല്ലാസ് ബാബു, സോറി, തീർച്ചയായിട്ടും അഭിമാനിക്കുക. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു രാഷ്ട്രീയ സംവിധാനത്തിന്റെ ഭാഗമായി അവിടെയും ഇവിടെയുമുള്ള ഒരേ ജനതാദൾ എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി കേന്ദ്രത്തിലുമുണ്ട്, കേരളത്തിലുമുണ്ട്. അപ്പൊ രണ്ടിലും മന്ത്രിയുമുണ്ട്.
അപ്പൊ അതില് ശരിയാണെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. അല്ല ശ്രീ യൂജിൻ, അങ്ങനെയാണെങ്കിൽ ജനതാദൾ സെക്കുലറിനെ പിടിച്ച് പുറത്താക്കേണ്ടത് ഇടതുമുന്നണി നേതൃത്വമല്ലേ? നിങ്ങൾ എന്തുകൊണ്ട് അത് ആവശ്യപ്പെടുന്നില്ല? ഇവരടക്കിയിരിക്കുന്ന സ്ഥലത്ത് സംസാരിക്കാൻ യൂജിൻ ഇരിക്കുന്ന ഇടതുപക്ഷത്തിൽ പോയി സംസാരിക്കേ. ആ കൃഷ്ണൻകുട്ടീനെ എടുത്ത് പുറത്തേക്കിടാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. ആ സംവിധാനം നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിനകത്ത് ഇടതുമുന്നണിയിൽ ഇല്ല. നിങ്ങളുടെ വാക്കുകൾക്ക് വാല്യൂ ഇല്ല. ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വാല്യൂ ഇല്ലാതെ ഉല്ലാസ് പറഞ്ഞതുകൊണ്ട് വാല്യൂ ഉള്ളത് കൊണ്ടല്ലേ ഞങ്ങൾക്ക് എന്റെ സമയമായി ഒന്ന് പറയണേ. സമയം തരാം. വാല്യൂ ഇല്ലാതെ നിങ്ങൾ വന്ന അപ്പൊ മുതലേ തന്നെ പറയുന്നതാണ്. ഈ വാല്യൂ ഇല്ലാത്തത് കൊണ്ടാണോ ഞങ്ങളൊക്കെ കഴിഞ്ഞ കുറെ നാളുകളായി 3% വോട്ട് ലഭിക്കുകയും എല്ലാ നിയമസഭകളിലും അതിന്റെ അസംബ്ലിയിൽ ഞങ്ങൾക്ക് വിജയിപ്പിക്കാൻ വേണ്ടി MLA-മാരൊക്കെ പറ്റുന്നത്? നിങ്ങൾക്ക് അസംബ്ലിയിൽ ഒരു MLA ഉണ്ട്. നിങ്ങൾക്ക് എന്ത് രാഷ്ട്രീയ സംവിധാനമാണ് കഴിഞ്ഞ 10-25 വർഷം നോക്കുമ്പോൾ കേരള നിയമസഭയിൽ ഉണ്ടായിട്ടുള്ളത്? അപ്പൊ ഞാനിത് വ്യക്തിപരമായിട്ട് പറയല്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്, നിങ്ങൾ RJDക്ക് മൂല്യമുള്ളത് കൊണ്ടുള്ള ജനങ്ങളെ ജയിപ്പിക്കുന്നത്. അപ്പോ ആ നിലയ്ക്കുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാതെ, സംസാരിക്കാതെ, ആക്ഷേപങ്ങൾ ആ നിലയ്ക്ക് ഉയർത്താതെ ഒന്നുകൂടി മാന്യത ഇക്കാര്യത്തിൽ പുലർത്താൻ പ്രിയപ്പെട്ട ഉല്ലാസ് ബാബു തയ്യാറാകണമെന്ന് കൂടി ഈ കാര്യത്തിൽ അല്ല ശ്രീ യൂജിൻ, ഇന്ന് MV ശ്രേയാംസ്കുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് UDF-ൽ കുറെ കൂടി മാന്യമായിട്ടുള്ള പരിഗണന ലഭിച്ചു എന്നാണ്. അപ്പോൾ സ്വാഭാവികമായി UDF ആണ് നല്ലത് LDF-നേക്കാൾ എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞു വരുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ അങ്ങോട്ടേക്കൊരു ആ വന്നിടത്തേക്ക് തിരിച്ചു പോകാനുള്ള ഉദ്ദേശം വല്ലതുണ്ടോ? അവസാനം വാർത്താ സമ്മേളനത്തിന് അവസാനം പറയുന്നു ഞങ്ങൾ LDF തന്നെ തുടരുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും പ്രവർത്തകർ ആവശ്യപ്പെടുന്നു, എന്തിനാണ് അവഗണന സഹിച്ച് വീണ്ടും തുടരുന്നത് എന്നൊക്കെ പ്രവർത്തകർ പറയുന്നുണ്ട്. അങ്ങനെ ഒരു മുന്നണി മാറ്റത്തിലേക്ക് RJD പോകുമോ? ഒരിക്കലും പോകില്ല. കാരണം ഇപ്പോ കഴിഞ്ഞ ദിവസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ മുഖ്യമന്ത്രി എടുത്ത നിലപാടുകൾ ഞങ്ങളുടെ പാർട്ടിയുടെ നേതാക്കള് പരസ്പരമൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനിപ്പോ രാജ്യസഭാ സീറ്റിന്റെ ഇഷ്യൂ വന്നു. അത് നമ്മൾ ഉന്നയിച്ച ആവശ്യം ശരിയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നടപ്പിലായില്ല. ഇപ്പൊ അത് നടപ്പിലാകണമെങ്കിൽ ഇനി അദ്ദേഹം പറഞ്ഞു ടേൺ സമ്പ്രദായത്തിൽ രണ്ടാമത്തെ കക്ഷിക്ക് ആയിട്ട് കൊടുക്കാമെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. സ്വാഗതാർഹമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ വീണ്ടും വർഷങ്ങൾ അതിനു വേണ്ടി കാത്തിരിക്കേണ്ടി വരും. ഒരു മുന്നണി സമുദായത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ പാർട്ടികൾക്ക് മത്സരിക്കാൻ അവസരം കൊടുക്കേണ്ടത് അതാത് കക്ഷികളുടെ ചുമതല തന്നെയാണ്. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം, തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തണം. ശരിയുടെ പക്ഷം ഉറക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും കഴിയണം. മറിച്ച് അവരുടെ ഭാഗങ്ങൾ നിങ്ങളിപ്പോ പറഞ്ഞതുപോലെ RJD എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മറ്റ് ലോകത്തുള്ള ഏറ്റവും വലിയ പാർട്ടിക്കാളും മികച്ചതാണെന്നുള്ളൊരു അഭിപ്രായമൊന്നും ഞങ്ങളിൽ പോരായ്മകളൊക്കെ ഉണ്ടായേക്കാം, തെറ്റുകൾ സംഭവിച്ചേക്കാം. അത് തിരുത്തേണ്ട കടമ ഞങ്ങൾക്കുണ്ട്. അത് തിരുത്തി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഒരു സോഷ്യലിസ്റ്റുകള് അങ്ങനെ അധികാരത്തിന്റെ പുറകെ നടക്കുന്ന ആളുകളല്ല എന്ന് നിങ്ങൾ കരുതണം. അങ്ങനെയെങ്കിൽ ലോക്സഭാ സീറ്റ് ഞങ്ങൾ നിഷേധിച്ചപ്പോഴും അസംബ്ലിയിലും മറ്റു ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലും തുടർച്ചയായിട്ടുള്ള അവഗണന ഉണ്ടായപ്പോഴും ഞങ്ങൾ വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകേണ്ടതായിരുന്നു. ഇപ്പൊ നിലപാടുകൾ തുറന്നു പറയേണ്ട ഒരു സാഹചര്യമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത്, ആ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പോലും ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള ഒരു അഭിപ്രായവും ഒന്നും പുറത്ത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ട ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനർ ശ്രീമൻ ജയരാജൻ അദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ പോളിംഗിന്റെ ദിവസം BJP-യുടെ നേതാക്കളെ സംബന്ധിച്ചും ചർച്ച നടത്തിയെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു. അത് തീർത്തും തെറ്റാണ്, വിഷമകരമായ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഒരിക്കലും ആ ദിവസങ്ങളിൽ ജനങ്ങളിലെ അലങ്കോല ചർച്ചകൾക്ക് വഴിവെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പാടില്ലായിരുന്നു. ഒരുപക്ഷെ പരാജയത്തിന്റെ കാരണങ്ങളിലൊക്കെ ഒരുപക്ഷെ വേണമെങ്കിൽ അതും ഉൾപ്പെട്ടിട്ടുണ്ടാകാം. എന്തായാലും തെറ്റുകൾ പറ്റി തിരുത്തണം. ഈ പറഞ്ഞ ഘടകകക്ഷികളെ എല്ലാവരെയും ഒരുപോലെ സമന്മാരായിട്ട് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റണം. അല്ല, പക്ഷേ കേരള കോൺഗ്രസ് M-നെ മതി തൽക്കാലം, CPM-ന് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്.